90% ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ചില ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ കേരളത്തെ പോയി. നമ്മൾ തേങ്ങാക്കുല പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ള ആ വേർഡ് പലരെയും കളിയാക്കി അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ തേങ്ങാക്കുലയുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. തേങ്ങ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ വയ്യാത്ത ഒരു കാര്യം തന്നെയാണ്. തേങ്ങ പീര, തേങ്ങ എണ്ണ, തേങ്ങാപ്പാല്, തേങ്ങയുടെ തൊണ്ട്, കൊപ്ര, ചിരട്ട, എന്തിനു പറയുന്നു. തെങ്ങും തേങ്ങയും ഇല്ലെങ്കിൽ കേരളവും മലയാളികളും ഇല്ല. എനിക്ക് തോന്നുന്നു തായ്ലൻഡിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ തേങ്ങ ഉപയോഗിക്കുന്നത് കേരളത്തിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തേങ്ങയെ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ തേങ്ങാക്കൊല ഒരു ഡൗൺഗ്രേഡിങ് വേർഡായിട്ട് അല്ലെങ്കിൽ അവഹേളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്നാൽ മറ്റൊരു രാജ്യത്ത് ചെന്നപ്പോൾ, മറുനാട്ടിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, അവിടെ ഒരു തെങ്ങ് നിൽക്കുന്നു. അതിനകത്തൊരു തെങ്ങിൻ്റെ കൊല കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ആകെപ്പാട് ഒരു തേങ്ങയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലെ തേങ്ങയ്ക്ക് നമ്മൾ വില കാണിക്കുന്നില്ല. മറ്റ് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കാണുമ്പോൾ ഇത്രയൊക്കെ ഉള്ളല്ലോ എന്ന് നമ്മൾ കാണും. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ തേങ്ങാക്കൊലയ്ക്ക് ഇതിലും മാഹാത്മ്യമുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകൾ തേങ്ങാക്കൊല എന്നൊക്കെ വിളിച്ച് നമ്മൾ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ തേങ്ങയും തേങ്ങാക്കൊലയും ഒക്കെ വളരെ നല്ലതാണ്, കേരളത്തിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തേങ്ങയെ നമ്മൾ ബഹുമാനിക്കുക. തേങ്ങ നമ്മുടെ ആഹാരത്തിൻ്റെ നല്ലൊരു പാർട്ടാണ്. നമ്മൾ പുട്ടുണ്ടാക്കാനും കൊഴുക്കട്ട ഉണ്ടാക്കാനും പീര ഉണ്ടാക്കാനും തേങ്ങാക്കറി ഉണ്ടാക്കാനും തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കാനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് മറക്കാതിരിക്കുക. അപ്പോൾ തേങ്ങ കാണുമ്പോൾ ഓർക്കുക, തേങ്ങാക്കറി കാണുമ്പോൾ ഓർക്കുക. നമ്മളെ കേരളക്കാർ തേങ്ങ ഇഷ്ടപ്പെടുന്നവരാണ്. ആയിട്ട് വീണ്ടും കടന്നു വരുന്നു. ഇത് കാണുക. വീണ്ടും നമസ്കാരം പറയുന്നു. ബൈ.